മസാല ഇല്ല, മാസ് പിന്നെ എന്തിനാണെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യാത്ത പരുവത്തിൽ കൊണ്ടുവന്ന് വെച്ച്. വെൽക്കം ബാക്ക്. അപ്പോൾ നാഷണൽ അവാർഡ് വിന്നേഴ്സായ നടനും സംവിധായകനും ഒന്നിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമ കുബേര, നാഗാർജുന, ധനുഷ്, രശ്മിക മന്ദാന. അപ്പോൾ കണ്ടിറങ്ങി ഓടിച്ചോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. കുബേര കണ്ടവരൊക്കെ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നേരെ കുബേര റിവ്യൂലേക്ക്. കുബേര കണ്ടിറങ്ങിയിട്ട് എങ്ങനെയുണ്ട്? പാൻ ഇന്ത്യൻ കുബേര കണ്ടു. ഇത് പാൻ വേൾഡാക്കി ഇറക്കണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. കാരണം ഇത് 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 ഫ്രഷ് കഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ് ഇപ്പോൾ റീസെൻ്റായിട്ടൊരു പരിപാടിക്കകത്ത് ഓഡിയോ ലോഞ്ചിൽ വന്നിട്ട് പറഞ്ഞായിരുന്നു, പടം ഇറക്കുന്നതിന് 1.5 മാസം മുമ്പേ ഈ പിന്നെ നെഗറ്റീവ് ക്യാമ്പയിൻ തുടങ്ങും, പക്ഷേ എവിടെയൊക്കെ വഴി അടച്ചാലും എന്നെ കൈ പിടിച്ചുകൊണ്ട് എൻ്റെ ഫാൻസുകാരെ കൊണ്ടുപോകുന്നു. ഇതിപ്പോൾ ഫാൻസുകാർ എന്നെ മിക്കവാറും ഊക്കുന്ന പരിപാടിയായിരിക്കും കിട്ടാൻ പോണത്. കാര്യം ഫസ്റ്റ് ഹാഫ് ഇപ്പം പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ കൊണ്ടുപോയി. സെക്കൻഡ് ഹാഫ് ഇത് എങ്ങോട്ട് പോകണമെന്നാ ഏത് വഴിക്ക് പോകണമെന്നാ ഇവർക്ക് പോലും അറിയാൻ വയ്യ. ലെങ്ത്ത് 3 മണിക്കൂർ സംതിങ് ഉണ്ട് ഈ പടം. ഇത് ഇത്രയും കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനും വേണ്ടിയുള്ള സാധനം കൊടുക്കണം. ഇത് പിച്ചക്കാരൻ യൂണിവേഴ്സുമായിട്ട് കൊളാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തേനകത്ത് ധനുഷിനും പിന്നെ മറ്റേ നമ്മുടെ വിജയ് ആൻ്റണിക്കും പിന്നെ ഇതിനകത്തൊരു വില്ലുണ്ട്, അങ്ങേര് ചത്തോ ഇല്ലെങ്കിൽ അങ്ങേരം കൂടെ ആഡ് ചെയ്യായിരുന്നു. വേറെ 3 പേരും കൂടെ കൊളാബ് ചെയ്തുകൊണ്ട് ഗംഭീര ഒരു യൂണിവേഴ്സ് തുടങ്ങാറ്, പിച്ചക്കാര യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. മാസ് മസാല ആക്കാൻ ശ്രമിച്ചാണ് കുളമായത്. മസാല ഇല്ല, മാസ് പിന്നെ എന്തിനാണെന്ന് അവർക്ക് തന്നെ അറിയാൻ വയ്യാത്ത പരുവത്തിൽ കൊണ്ടുവന്ന് വെച്ച്. എവിടെ മാസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനുഷിൻ്റെ കൂടെ തന്നെ ചോദിക്കണം. അത് തെലുങ്ക് തമിഴ് ഓഡിയൻസിന് വർക്കാവോ? അവർ മിക്കവാറും പിടിച്ച് ഊക്കും, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ. കുബേര എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ച് സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയ ഒരു നല്ല സിനിമ ആയിരിക്കും. പക്ഷേ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴത്തേക്കും സിനിമ ഓൾറെഡി കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊരു ത്രില്ലർ ഒരു മോഡാണെങ്കിൽ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഒരു അഡ്വഞ്ചർ മോഡിലേക്ക് ആ സിനിമ പോയി. അവിടെ തൊട്ട് ഭയങ്കര ലാഗാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പോസിറ്റീവായിട്ട് എടുത്തു പറയാൻ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ധനുഷിൻ്റെ തുടക്കത്തിൻ്റെ അവസാനം വരെ ക്യാരക്ടർ പിടിച്ചും മാനറിസങ്ങളൊക്കെ ധനുഷ് നല്ലൊരു ചെയ്തിട്ടുണ്ട്. സ്റ്റോറിയൊക്കെ ഇതിന്റെ സ്റ്റോറി എന്ന് വെച്ചാൽ കുറെ നാൾക്ക് ശേഷം എന്താണ് സ്റ്റോറി ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എടുത്തൊരു സിനിമയാണ്. ഇത് സ്റ്റോറി ഇല്ല, പക്ഷെ സ്റ്റോറി ഉണ്ടെന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നെഗറ്റീവായിട്ട് എന്താ തോന്നിയത്? നെഗറ്റീവായിട്ട് സെക്കൻഡ് ഹാഫിൽ ലാഗ് തന്നെയാണ്. ഇത് കുറച്ച് ട്രിം ചെയ്തിരുന്നെങ്കിൽ കുറച്ച് നന്നായി. 3 മണിക്കൂറൊക്കെ ഈ കാലത്ത് പിടിച്ചിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല രീതിയിൽ അത്രയ്ക്ക് ആ സ്റ്റോറി എലമെന്റ് നമ്മളെ പിടിച്ച സംഭവങ്ങളെ പറ്റത്തുള്ളൂ. ഇത് നമുക്കൊരു ഇമോഷൻ കണക്ഷനും വരുന്നില്ല, ആ ഒരു ഫീൽ, അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു കണക്ഷൻ ഫീലും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ വേണമെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റാത്തൊരു പടം, അത്രേ ഉള്ളൂ. തമിഴ് കുബേര വലുതായിട്ടൊന്നും തോന്നിയൊന്നുമില്ല പടം, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഒരു 1 ടൈം വാച്ചബിളാ. അല്ലാതെ അതിനപ്പുറത്തോട്ട് വലിയ ഇതെന്ന് പറയാനായിട്ടൊന്നുമില്ല. പ്രശ്നം വെച്ചാൽ 3 മണിക്കൂറുണ്ട് പടം. 3 മണിക്കൂർ നമ്മൾ ഇരുന്ന് കാണണം. പിന്നെ അത് ലാഗൊന്നും അടിച്ചില്ലെങ്കിലും അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നെഗറ്റീവായിട്ട് തോന്നി എന്താ? നെഗറ്റീവ് ഒരു കൊമേഴ്ഷ്യൽ ഒരു എലമെന്റ് ഒക്കെ ഉണ്ട് പടത്തിൽ. അതാണ് മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതാണല്ലോ നമ്മൾ ട്രെയിലറൊക്കെ കണ്ടിട്ട് വരുമ്പോൾ, അതായത് പണമുള്ളവരും പണം ഇല്ലാത്തവരുടെ ആ ഒരു ഇത് കാണിക്കുമ്പോൾ മറ്റേ സൈഡിൽ ലക്ഷറി ആയിട്ടുള്ള ഇതെല്ലാം കാണിക്കുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ സ്ലം അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം കഥ വലുതായിട്ടൊന്നും എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല. പക്ഷെ പടം എടുത്തിരിക്കുന്നതൊക്കെ കൊള്ളാം, നാഗാർജുനയൊക്കെ കൊള്ളാം, ധനുഷിൻ്റെ ആക്ടിങ്ങും കുഴപ്പമില്ല. മൊത്തത്തിൽ പടം എനിക്ക് ഭയങ്കര ഇതായിട്ടൊന്നും തോന്നില്ല, ഒരു 1 ടൈം വാച്ചബിളായിട്ട് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് വരെ കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ പിന്നെ അങ്ങ് വേറെ രീതിയിലോട്ടൊക്കെ അങ്ങ് പോയി. അത്ര അങ്ങോട്ട് ഇത് ഒരു വെറുപ്പിക്കൽ പോലെ ആയിപ്പോയോ? വെറുപ്പിക്കലൊന്നുമില്ല. അതെന്ന് വെച്ചാൽ അതാണ്, വെറുപ്പിക്കലായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. കുബേര. അപ്പോൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിതൊരു പീക്ക് സിനിമ, അതായത് ഈ വർഷം കണ്ടതിൽ വെച്ചിട്ട് വല്ല ഹൈപ്പൊന്നും ഇല്ലാതെ സൈലൻ്റ് ആയിട്ട് വന്ന് ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്ന ഒരു സിനിമയൊക്കെ പോലെയാണ് തോന്നിയത്. ഇതുവരെ കാണാത്തൊരു സ്റ്റോറി ലൈന്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നൊരു സ്റ്റോറി, ഓരോ മൊമെൻറ്റും ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കുന്ന ഭയങ്കര കിടിലനായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് ഫസ്റ്റ് ഹാഫ് കണ്ട് തീരുന്നത് വരെ എനിക്ക് തോന്നിയത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ ഇതിലേക്ക് രശ്മിക മന്ദാന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിടം മുതൽ ഈ ഒരു സിനിമ ഈ എങ്ങനെയൊക്കെ നശിപ്പിക്കാവോ ആ ഒരു രീതിയിൽ, അതുപോലെ ഈ സ്റ്റോറി എഴുതി അവർക്ക് എവിടെ നിർത്തണമെന്ന് പോലും അറിയാതെ വെറുപ്പിച്ച് ഒരു ആവറേജ് മൂവിയിൽ ലെവലിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഡയറക്ടറിൻ്റെ മുന്നത്തെ പടങ്ങൾ പോലെ തന്നെ ഇതിലും ഭയങ്കരമായിട്ട് ഇമോഷണൽ കണക്ഷൻ ആയിട്ടുള്ള കുറേ ഫ്ലാഷ് ബാക്കും നല്ല രീതിയിൽ ക്യാരക്ടർ ഡെപ്ത് ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഹാഫ് മുഴുവനും നമുക്ക് നല്ല രീതിയിൽ പടത്തിൽ കണക്റ്റായി തന്നെയാണ് നിന്നിരുന്നത്. സെക്കൻഡ് ഹാഫ് മുതൽ ഇതിലൊരു പാട്ട് വരുന്നുണ്ട്, അതുപോലെ കുറച്ച് ഫൈറ്റ് സീൻസും ആ ഒരു ലോജിക്കില്ലായ്മയും മൊത്തത്തിൽ പടം കയ്യിൽ നിന്ന് പോയൊരവസ്ഥയായിരുന്നു വന്നത്. അപ്പം പടം കണ്ടിറങ്ങിയിട്ട് നമുക്കിത് കൊള്ളാവോ ഇല്ലയോ എന്നുള്ള തരത്തിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് റിവ്യൂ പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അവസാനമാക്കി തരും പടം കണ്ടിറങ്ങുമ്പോൾ. അപ്പോൾ എന്തായാലും കുബേര കണ്ടവർ നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക, വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.